മുസ്ലിം ലീഗിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്, അത് വർഗീയമല്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുസ്ലിം ലീഗ് വർഗീയമല്ല. പക്ഷേ അതിലേക്ക് ഇപ്പോൾ മറ്റൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ശക്തി കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ വർഗീയമായ തീവ്ര നിലപാടിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കും, ഹൈജാക്ക് ചെയ്യാൻ. അത് ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരെ നോക്കിയാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മതി. അവരെവിടെ നിന്ന് വന്നു? ഒരു പ്രത്യേക സംഘടനയിൽ നിന്ന് വന്നതായിരിക്കും. അവർക്ക് ദുബായിലല്ല ഖത്തറിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. അവർ അവിടുത്തെ പണം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ പതുക്കെ നൊഴിഞ്ഞു തന്നു. ലീഗിന് പക്ഷേ കുഞ്ഞാലി സാഹിബിന് വിവരമുള്ളതുകൊണ്ട് ഇവരെ കുഞ്ഞാലി സാഹിബാണ് സത്യത്തിൽ തടഞ്ഞു നിർത്തുന്നത്. ഓരോരുത്തന്മാരെടുത്ത് ഈ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും, മൂപ്പരെടുത്ത് പുറത്തേ ഉള്ളൂ. ഇതിന് മൂപ്പര് തെറിയേക്കും. ഇത് അങ്ങനെ പുറത്തുള്ള ആളുകളെ വേറെ ചില എടുത്തുകൊണ്ട് വലിയ മഹാന്മാരാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാണ്. അപ്പം ഈ നമ്മൾ സാദിഖ് അലി തങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് എവിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഷിഹാബ് തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിനില്ല. ഒരു പ്രശ്നം ഞാൻ വിചാരിച്ചത് തൊട്ടുമുമ്പ് മരിച്ച തങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ഇസ്ലാമിൻ്റെ അസ്ക്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വരുമ്പോൾ അത് മാറുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുനമ്പം വിഷയത്തിൽ പോലും കൃത്യമായ നിലപാട് ലീഗിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നില്ല. മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻസ് ആ ഭൂമി അവർ കാശ് കൊടുത്ത് മേടിച്ചതാണ്. നിങ്ങൾ എന്ത് വഖഫ് പറഞ്ഞാലും അത് അവർക്ക് കൊടുക്കണം. അവരുടെ ഭൂമിയാണ്. അവർ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു കയ്യേറിയൊന്നുമല്ല. കയ്യേറിയ മുസ്ലിംസും ക്രിസ്ത്യാനികളും കയ്യേറിയിട്ടില്ല. അത് ഏതാ? അത് നിങ്ങൾ തിരിച്ചു പിടിച്ചോ. ഇതല്ല, കാശ് കൊടുത്ത് മേടിച്ചാണ്. അപ്പോൾ അത് ഒരു ഒറ്റ സ്വരം ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ വേറെ ഒരു കൈകടത്തലും ഉണ്ടാവില്ല. പിന്നെ ഇസ്ലാമിക നിയമം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ പല പാകിസ്ഥാനിൽ വരെ പരിഷ്കരിച്ചു. ഇവിടെ തന്നെയുള്ള ക്രിമിനൽ നിയമം മൊത്തം പരിഷ്കരിച്ചല്ലോ. ഇസ്ലാമിക നിയമമല്ലല്ലോ ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഇസ്ലാമിനെ പറ്റി മറ്റുള്ളവരെ കൊണ്ട് വൃത്തികേട് ഭീകരന്മാരെന്ന് പറയിപ്പിക്കുന്ന എന്തുണ്ടോ അത് നമ്മൾ മാറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളൊന്നും മാറ്റരുതായിരുന്നു. നമ്മളെന്തൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇസ്ലാമിനെ ചീത്ത ഏൽപ്പിക്കുന്നത്? വഖഫ് മറ്റേതും പറഞ്ഞുകൊണ്ട്. വഖഫ് വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ബിജെപിയുടെ അജണ്ടയൊക്കെ ഉണ്ടാവും, ഒന്നും ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ മുനമ്പം വിഷയത്തിൽ ലോജിക്കലി നിങ്ങൾ നോക്കൂ, അവർ കാശ് കൊടുത്ത് ഈ ഭൂമി കൊടുത്ത ഫറൂഖ് കോളേജിനൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? തങ്ങളെ അനുകൂലമായ നിലപാടെടുത്ത, പക്ഷേ ലീഗ് തന്നെ വ്യത്യസ്തമായ അഭിപ്രായം. നമ്മൾ സെക്കുലർ എന്ന് വിചാരിച്ച ആളുകൾ വരെ ഈ വർഗീയവാദികളെ പേടിച്ചിട്ട് അഭിപ്രായം മാറ്റുന്നു.